ഒരു തവണയെങ്കിലും മത്തി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മത്തിക്ക് ഇത്രയും രുചിയൊന്ന് നിങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു 1/2 കിലോ മത്തി എടുക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റെങ്കിൽ ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം തക്കാളിയും ഒരു ചെറിയ കഷ്ണം പുളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണം കേട്ടോ, വെള്ളമൊക്കെ വറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തക്കാളി ഒന്ന് വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യണം. ഫ്ലെയിം ഓഫാക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്കാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2 നെല്ലിക്കയാണ്, ഉപ്പിലിട്ട നെല്ലിക്ക കേട്ടോ ചേർക്കുന്നത്. അതും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ഒരു സമയത്ത് നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതും ഇതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മളെ മത്തി ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മത്തി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ടൊന്ന് നോക്കാം കേട്ടോ. അത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇനി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. സ്പൂണിട്ട് അധികം ഇളക്കണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാനിത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. സ്പൂൺ ഇട്ടിട്ട് അങ്ങനെ ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നല്ലപോലെ പറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് ചട്ടിയിൽ നിന്ന് അങ്ങ് വറ്റി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്